എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ബാലൻസ് ചെയ്യുന്നത്? ഒരു ബാക്കപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പേടിയാകുന്നില്ലേ? പലപ്പോഴും പലരും എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ശരിയാണ്, സിംഗിൾ മദർ ആവുക എന്ന് പറയുന്നത് പുറത്തു നിന്ന് കാണുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരും കടന്നു പോകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യത്യസ്തമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് എന്നതിലല്ല, ആ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം. പുറത്തുള്ളവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരാം, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, എല്ലാം പറയാം. പക്ഷേ ആ പ്രശ്നങ്ങളിലൂടെയും സ്ലീപ്ലെസ് നൈറ്റിലൂടെയും കടന്നു പോകുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടത് അവസാനം നമ്മൾ തന്നെയാണ്. പക്ഷേ എന്റെ റീൽസ് ഒക്കെ കാണുന്ന ചിലർക്ക് തോന്നുന്നുണ്ടാകും, ഇവരെപ്പോഴും ഫുൾ ചില്ലാണ്, അമ്മയും മകൾ മടിച്ചു പൊളിച്ച് നടക്കാണ്, ഇവർക്കൊക്കെ സേവിങ്സ് ഒക്കെ ഉണ്ടോ, ജീവിതം ഇത്ര ഈസിയാണോ? സത്യത്തിൽ എനിക്ക് സേവിങ്സ് ഉണ്ട്. എന്റെ മോൾക്ക് വേണ്ടി നല്ലൊരു ഫ്യൂച്ചർ സേവിംഗ് ഞാൻ കൃത്യമായി മാറ്റി വെക്കുന്നുമുണ്ട്. കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റേതായ ഒരു പ്ലാൻ എനിക്കുണ്ട്. എനിക്കൊരു ടൈം ടേബിൾ തന്നെയുണ്ട്. എന്റെ പ്രയോറിറ്റീസ് എനിക്ക് വ്യക്തമാണ്. എത്ര ഏൺ ചെയ്യണം, എത്ര ചെലവാക്കണം, എത്ര സേവ് ചെയ്യണം, നാളത്തേക്ക് എന്ത് മാറ്റി വെക്കണം, ഇതൊക്കെ ഞാൻ ആലോചിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ കയ്യിൽ കുറച്ച് പണം വരുമ്പോൾ അത് മുഴുവൻ ചെലവാക്കി അടിച്ചു പൊളിക്കുക എന്നല്ല. ഇന്ന് കിട്ടുന്നതിൽ നിന്ന് നാളത്തേക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ ഇൻഡിപെൻഡൻസ്. എനിക്കിന്ന് സന്തോഷമായി ജീവിക്കാനും അറിയാം, അതോടൊപ്പം നാളെയെക്കുറിച്ച് ചിന്തിക്കാനും അറിയാം. അതാണ് എന്റെ ബാലൻസ്. അതുപോലെ തന്നെയാണ് ആളുകളുടെ കാര്യത്തിലും. ആരെങ്കിലും എന്റെ ലൈഫിലേക്ക് വന്നാൽ പെട്ടെന്ന് ചാടി വീണ് വിശ്വസിക്കുന്ന പ്രകൃതക്കാരിയല്ല ഞാൻ. ആരെയാണ് വിശ്വസിക്കേണ്ടത്, എത്രത്തോളം അടുപ്പിക്കണം, ആരെ എവിടെ നിർത്തണം, അതൊക്കെ ഞാൻ ആലോചിച്ചിട്ടേ തീരുമാനിക്കാറുള്ളൂ. കാരണം ജീവിതം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കേണ്ടതില്ലെന്ന്, എല്ലാവരോടും എല്ലാം പറയേണ്ടതില്ലെന്ന്, എല്ലാവരെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതില്ലെന്നും. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും എന്താണെന്നറിയാമോ? നാളെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും ഇനി ഞാൻ ആരോട് ചോദിക്കും, ആരുടെ മുന്നിലാണ് കൈ നീട്ടേണ്ടത് എന്നൊരു പേടി എനിക്കില്ല എന്നതാണ്. എനിക്ക് ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല, ആരുടെയും കാല് പിടിക്കേണ്ടി വരില്ല. എനിക്ക് എന്നെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, എന്റെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഇല്ലെന്നുമല്ല. ചില സമയങ്ങളിൽ എനിക്കും തോന്നും, ഇനി എനിക്ക് ഇവിടെ തീർന്നു, ഇനി മുന്നോട്ട് പോകാൻ ഒന്നുമില്ല എന്ന്. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഒരു കാര്യം ഓർക്കും, നമ്മൾക്കൊരു വഴി കാണുന്നില്ലെന്ന് കരുതി ദൈവം വഴി വെച്ചിട്ടില്ല എന്നല്ല. ചിലപ്പോൾ നമ്മൾ കാണാത്തിടത്ത് പോലും ദൈവം നമുക്കായി ഒരു ചെറിയ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടാകും. നമ്മൾ അത് കാണാൻ ശ്രമിക്കണം, അതാണ്. പിന്നെ എന്റെ മോൾക്ക് ഞാനൊരു അമ്മ മാത്രമല്ല, അവളുടെ ജീവിതത്തിലെ ഒരു ഫ്രണ്ട് കൂടിയാണ്. അവൾക്ക് എന്ത് സംഭവിച്ചാലും എന്റെ അമ്മ എന്റെ കൂടെയുണ്ട് എന്ന് തോന്നുന്ന ഒരാളാകണം എനിക്ക്. അവളുടെ മുന്നിൽ തളർന്നു പോകാതെ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ പുഞ്ചിരിയോടെ, കുറച്ചൊക്കെ കണക്കുകൂട്ടലോടെ, കുറച്ചൊക്കെ ധൈര്യത്തോടെ നേരിടാൻ കഴിയുന്ന ഒരാളാകണം. കാരണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി പണം മാത്രമല്ല, നമ്മൾ തളരാതെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കൊരു യാത്രയാണെന്ന് കരുതി ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ ചെറുതാക്കി കാണേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നത് എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണമെന്നുമില്ല. പക്ഷേ അതിനുശേഷം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന തീരുമാനം നമ്മുടെ കയ്യിലാണ്. പുറത്തുള്ളവർ എന്ത് പറഞ്ഞാലും പറയട്ടെ, അവർ നമ്മുടെ ജീവിതം മുഴുവൻ അറിയണമെന്നില്ല. അവർ കണ്ടത് നമ്മുടെ ഒരു റീൽ ആയിരിക്കാം, ഒരു ഫോട്ടോ ആയിരിക്കാം, ഒരു സ്മൈൽ ആയിരിക്കാം. പക്ഷേ അതിന് പിന്നിലെ സ്ലീപ്ലെസ് നൈറ്റ്സ് നമ്മൾക്ക് അറിയും. അതുകൊണ്ട് ആരുടെയെങ്കിലും മുന്നിൽ തലകുനിച്ച് എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരിക്കലും ചിന്തിക്കേണ്ട. നമ്മൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്ക് മറ്റാരുടേതുമല്ല, നമുക്ക് നമ്മുടേത് മാത്രമാണ്. I didn't wait for someone to save me. I learned to save myself.